എന്നാലും നമ്മൾ ധരിക്കുന്ന എന്താണ്? അവിടെ അറിവില്ല. അത് ശരിയാണ് നമ്മളെ ധാരണ. കാരണം അറിവ്, വിഷയഗ്രഹണത്തിനാണ് അറിവുള്ളത്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് അവിടെ അജ്ഞാനമാണ്. അത് ശരിയാണ്. കാരണം വിഷയത്തെ ഗ്രഹിക്കുന്നിടത്താണ് അറിവില്ലായ്മ അല്ലെങ്കിൽ അജ്ഞാനമുള്ളത്. അല്ലേ? വിഷയത്തെ ഗ്രഹിക്കുന്നിടത്താണ് അറിവ് അല്ലെങ്കിൽ അറിവില്ലായ്മയുള്ളത്. അതുകൊണ്ട് സുഷുപ്തിയിൽ നമുക്ക് പറയാം അറിവില്ലായ്മ, അജ്ഞാനമുണ്ടെന്ന് പറയാം. അതിന് തെറ്റില്ല. എന്തുകൊണ്ട്? വിഷയഗ്രഹണം ഉള്ളിടത്ത് അറിവില്ലായ്മയെക്കുറിച്ച് അല്ലെങ്കിൽ അജ്ഞാനത്തെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. വിഷയഗ്രഹണം എവിടെയുള്ളത്? ഈ ജാഗ്രതത്തിൽ. വിഷയഗ്രഹണം ഈ ജാഗ്രതത്തിലുള്ളതുകൊണ്ട് ഈ ജാഗ്രതത്തിൽ അജ്ഞാനത്തെക്കുറിച്ച്, അറിവില്ലാത്തക്കുറിച്ചുള്ള ബോധം ഉണ്ടാകും. അത് ജാഗ്രതത്തെ സംബന്ധിച്ചാലും ശരി, സ്വപ്നത്തെ സംബന്ധിച്ചാലും ശരി, സുഷുപ്തിയെ സംബന്ധിച്ചാലും ശരി, അങ്ങനെ പറയാം. കാരണം അത് ജാഗ്രതത്തിന്റെ വിശേഷതയാണ്. ഈ ഏകമായിരിക്കുന്ന, ഏക സ്വഭാവത്തിലിരിക്കുന്ന ചിത്തിൽ ഈ ദ്വന്ദ്വാത്മകമായ ഈ പ്രതീതികളെല്ലാം ഉണ്ടാകുന്നു. അത് ഏകരൂപത്തിലിരിക്കേ തന്നെ. ഇതൊന്നും അതിനെ ബാധിക്കുന്നില്ല. അപ്പൊ ജാഗ്രതത്തിലെ ജ്ഞാന അജ്ഞാന കൽപ്പനകൾ അത് ഇവിടെ സംബന്ധിച്ചാലും ശരി, അത് ആ സ്വരൂപത്തെ ബാധിക്കത്തില്ല. സുഷുപ്തിയെ സംബന്ധിച്ച് പറഞ്ഞാലും ശരി, അവിടെ അജ്ഞാനമാണ് എന്ന് പറഞ്ഞാലും അത് കേവലമായ സ്ഥിതി ആയതുകൊണ്ട് അതിനെ അത് ബാധിക്കുന്നില്ല. എന്താരോപിച്ചാലും ശരി. എങ്ങനെയാണോ അത് ഇവിടെ ബാധിക്കാതിരിക്കുന്നത്? ഇവിടെ നോക്കുക, ജാഗ്രതത്തിൽ പരമാർത്ഥത്തിലുള്ളത് എന്താണ്? ജ്ഞാനമാണോ അജ്ഞാനമാണോ? ജാഗ്രതത്തിൽ പരമാർത്ഥത്തിലുള്ളത് ഈ കേവലമായ ഉണ്മയാണ്, ജ്ഞാനമാണ്. അവിടെ ഈ ജ്ഞാനാജ്ഞാനങ്ങൾ, ദ്വന്ദ്വാത്മകമായ ഈ ജ്ഞാനാജ്ഞാനങ്ങൾ പ്രതീതമാകുന്നുണ്ടെങ്കിലും അതൊന്നും അതിനെ ബാധിക്കുന്നില്ല. ആ പ്രതീതികൾ നിരന്തരം മാറിക്കൊണ്ടേയിരിക്കുന്നെങ്കിലും അതിനത് ബാധിക്കുന്നില്ല. അത് ഏകരൂപത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു. പക്ഷെ ഇവിടെ മുമ്പ് പിമ്പെന്ന് തീരുമാനിക്കാൻ വയ്യ. കേവലമായ സ്ഥിതി ഏതാണ്, പിന്നീട് എങ്ങനെയാണ് ഈ ജ്ഞാനാജ്ഞാനങ്ങൾ അതിൽ പ്രകടമായത്, അത് ജാഗ്രതത്തിൽ തീരുമാനിക്കാൻ വയ്യ. ജാഗ്രത എന്ന് പറയുമ്പോൾ ഈ ജ്ഞാനാജ്ഞാനങ്ങളോട് കൂടിയേ പ്രകടമാകുന്നുള്ളൂ, ദ്വന്ദ്വാത്മകമായി പ്രകടമാകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് പ്രാഗ്, വിഷയാനുഷംഗ പ്രാഗ്, ആ വിഷയാനുഭവത്തിന് മുമ്പ് എന്ന് പറയേണ്ടി വരുന്നു. ഈ വിഷയാനുഭവത്തിന് മുമ്പുള്ള ഏതാണ്? ഇത്തരം അനുഭവങ്ങളൊന്നും, ഈ ദ്വന്ദ്വങ്ങളൊന്നും പ്രകടമാകാതിരുന്ന അവസ്ഥ. ഇനി ആ അവസ്ഥയെ നമുക്ക് മനസ്സിലാക്കണമെങ്കിലും ഈ ദ്വന്ദ്വത്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും. ഈ ദ്വന്ദ്വാത്മകമായ ഈ അനുഭവത്തിലിരുന്നു കൊണ്ട് ദ്വന്ദ്വരഹിതമായ അതിനെയും മനസ്സിലാക്കാൻ പറ്റും. അത് കടന്നുപോയതാണ്, അതിപ്പോഴും നിലനിൽക്കുന്നതാണ്. പക്ഷെ അതിനെ ഗ്രഹിക്കാൻ ഇവിടത്തെ ഗ്രഹണം അവിടെ സംഭവിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ഗ്രഹണാഭാവത്തെ ആരോപിച്ച് മനസ്സിലാക്കുന്നു. അവിടെ ഈ ഗ്രഹണം അവിടെ ഇല്ല എന്ന് പറയുന്നു. പക്ഷെ അത് ഗ്രഹണത്തിന് മുമ്പുള്ള, ഈ ദ്വന്ദ്വപ്രതീതിക്ക് മുമ്പുള്ള അവസ്ഥയാണ്. അത് കേവലമായ അവസ്ഥയാണ്. അവിടെ പറയാം ഈ ബുദ്ധിയെല്ലാം എവിടെ പോയി എന്നാണ്. പാത്രം നശിച്ചു കഴിഞ്ഞാൽ എവിടേക്ക് പോകും? മണ്ണിലേക്കല്ലാതെ അതിന് വേറെ പോകാൻ വഴിയില്ല. ഇതെല്ലാം ഇല്ലാതായി കഴിഞ്ഞാൽ ഇതൊക്കെ എവിടെയാ പോകുന്നത്? ഒരു വസ്തു നശിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉപാദാനത്തിലേക്ക് പോകും. ഇതെല്ലാം നശിച്ചു കഴിഞ്ഞാൽ, ഇതൊന്നും ഇല്ലാതിരുന്നാൽ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അത് കേവലം ഉപാദാനമായി നിൽക്കുന്നു. അതുകൊണ്ട് അത് കേവലം സച്ചിദാനന്ദമായി നിൽക്കുന്നു.
അതാണ് ഇവിടെ പറഞ്ഞത്. എന്ത്? ചിദാകാരത, ചിദാകാര എന്ന് പറയും. സുഷുപ്തിയിൽ ഇതെല്ലാം, ഈ ബുദ്ധിയെല്ലാം, ഈ ദ്വന്ദ്വമെല്ലാം അവിടെ ആ ചിസ്വരൂപം, ചിതാകാരം എന്ന് വെച്ചാൽ ചിസ്വരൂപത്തിൽ നിൽക്കുന്നു. അഗ്രയായ ബുദ്ധി എന്ന് പറയുന്ന അതാണ്. അവിടെ നിന്ന് പ്രകടമാകുമ്പോൾ, അതുകൊണ്ടാണ് അത് കേവലം ആ ജ്ഞാനരൂപത്തിൽ നിൽക്കുന്നുകൊണ്ടാണ് അവിടെ നിന്നത് പ്രകടമാകുമ്പോൾ ജാഗ്രതത്തിലേക്ക് വരുമ്പോൾ ആദ്യം അഹംബോധത്തിനും പിന്നീട് ഇദംബോധത്തിനും വരുന്നു. ഏത് സ്വരൂപത്തിൽ ആണോ അത് സ്ഥിതി ചെയ്യുന്നത്, അവിടെ നിന്ന് തന്നൊരു ഭ്രംശം സംഭവിക്കുമ്പോൾ, ദ്വന്ദ്വത്തിലേക്കുള്ള ഭ്രംശം സംഭവിക്കുമ്പോൾ ആദ്യം പ്രകടമാകുന്ന അഹംഭാവമാണ്. അഹംഭാവത്തോടുകൂടി അഹംഭാവം വന്നു കഴിഞ്ഞാൽ പിന്നെ ഇദംഭാവത്തിന് വരാതിരിക്കാൻ കഴിയില്ല. ഉടനെ ഇദംഭാവം വരുന്നു, ഉടനെ ശരീരബോധം വരുന്നു, പ്രപഞ്ചബോധം വരുന്നു. അവിടെയും ആ കേവലമായ ബോധം ഇദം ബോധത്തെ, ഈ പ്രപഞ്ച ബോധത്തെ സ്വീകരിക്കുന്നതിന് മുമ്പ് കേവലമായ അഹംബോധത്തിലാണ് വന്നത്. ഇപ്പൊ ബുദ്ധി എന്ന് പറയുന്നതിന് രണ്ടു തരത്തിലും കൊടുക്കാം. ബുദ്ധി അതിന്റെ സ്വരൂപത്തെ പ്രാപിച്ചു എന്ന് പറഞ്ഞാൽ അത് കേവലമായ ചിത്തായിരുന്നു, അതവിടെ സുഷുപ്തിയിൽ. ഇനി ആ ബുദ്ധി ദ്വന്ദ്വാത്മകമായി അല്ലെങ്കിൽ വിഷയത്തെ ഗ്രഹിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഈ ജാഗ്രതത്തിൽ അനുഭവപ്പെടുന്ന ബുദ്ധിയുടെ രൂപത്തിലായി. ജാഗ്രതത്തിൽ അനുഭവപ്പെടുന്ന ഈ ബുദ്ധി അത് സൂക്ഷ്മമാക്കി, ആ ബുദ്ധിയെ സൂക്ഷ്മമാക്കി, എന്നുവെച്ചാൽ ഏകാഗ്രമാക്കി, അഭ്യാസം കൊണ്ട് അതിനെ ഏകാഗ്രമാക്കി ഈ തത്വത്തെ ഗ്രഹിക്കണം എന്നാണ് ഉപാസകൻ പറയുന്നത്. ഇവിടെ സിദ്ധാന്തി പറയുന്നതല്ല, അതിന്റെ ആവശ്യമില്ല. ഈ ബുദ്ധി അതിന്റെ ജന്മത്തിൽ തന്നെ, സുഷുപ്തിയിൽ ആണല്ലോ അതിന്റെ ജന്മം, സ്വസ്വരൂപത്തിൽ നിന്നാണ് അതിന്റെ ജന്മം. ആ ജന്മത്തിൽ തന്നെ അത് സ്വയം ആത്മഗ്രാഹിയാണ്, ചിദാകാരതയാണ്. ജനിക്കുമ്പോൾ തന്നെ അങ്ങനെയാണ് ജനിക്കുന്നത്. അത് ബോധത്തോടുകൂടിയാണ് ജനിക്കുന്നത്, ആത്മബോധത്തോടുകൂടിയാണ് അത് ജനിക്കുന്ന ആ ബുദ്ധി. ആണ് അഗ്രയായ ബുദ്ധി, പ്രാഥമികമായ ബുദ്ധി, അതിന് ചിദാകാരത എന്ന് പറയുന്നു. അതാ ആ ചിദാകാരതയാണ് അഹം എന്ന് സ്ഫുരിക്കുന്നത്. അഹം സ്ഫുരണം അതാണ് അഹം സ്ഫുരണത്തിന്റെ താത്പര്യം, ചിത്താണെന്ന് പറയുന്നത്. അത് ബഹിർമുഖമാകുമ്പോൾ പിന്നെ അത് അഹന്തയായി മാറുന്നു. അതിൽ ദ്വന്ദ്വം കടന്നു വരുമ്പോൾ ആ ബുദ്ധി വിഷയഗ്രഹണ സാമർഥ്യം അതിൽ വരുമ്പോൾ അങ്ങനെ ശരീരത്തിൽ വരുന്നു, ഉടനെ ശരീരോഹം. അങ്ങനെ വരുമ്പോൾ അത് വിഷയഗ്രഹണം സംഭവിക്കും. ആ വിഷയഗ്രഹണം സംഭവിക്കുമ്പോൾ അതിന്റെ സ്വഭാവം മാറുന്നു, അതിന്റെ ചിതാകാരത എന്ന് പറയുന്നത് നഷ്ടപ്പെട്ടു, പിന്നെ അത് ജഡാകാരമായി മാറുന്നു. പക്ഷെ അതിന്റെ തുടക്കം അത് ചിത് രൂപത്തിലാണ്. അപ്പം ബുദ്ധി വിഷയത്തെ ഗ്രഹിക്കുന്നതിന് മുമ്പ് തന്നെ അത് ആത്മാകാരമാണ്, ആത്മസ്വരൂപമാണ്. അത് അവിടെ കൂടുതൽ സ്പഷ്ടമാണെന്നാണ്. ആത്മാകാരം എന്ന് പറയുന്നുകൊണ്ട് ബുദ്ധി ഒരിക്കലും ആത്മാവിനെ ഗ്രഹിക്കുന്നു, വിഷയമാക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. അത് വിഷയശൂന്യമായി പ്രകാശരൂപത്തിൽ പ്രകടമാകുന്നു എന്നാണ്. എന്നിട്ട് ക്രമേണ അത് വിഷയത്തെ ഗ്രഹിക്കുമ്പോഴാണ് പ്രപഞ്ചബോധം ഉണ്ടാകുന്നത്. അങ്ങനെ ചിന്തിക്കുമ്പോൾ ആ വിചാരം കൊണ്ട് മനസ്സിലാകുന്നു ബുദ്ധി പ്രഥമമായി ഗ്രഹിക്കുന്നത്
അല്ലെങ്കിൽ ബുദ്ധി പ്രഥമമായി പ്രകാശിപ്പിക്കുന്ന സ്വസ്വരൂപത്തെ തന്നെ. ബുദ്ധിയിലെ പ്രഥമ പ്രകാശം എന്ന് പറയുന്നത് ആത്മരൂപം തന്നെ, വിഷയമല്ല. വിഷയരൂപം രണ്ടാമതാണ്. ആണ് വിഷയാനുഷങ്ക പ്രാഗേവ സർവേഷാന്തി, സർവപ്രാണികൾക്കും ജന്മമാത്രമാണ്. ബുദ്ധി എപ്പോഴാണ് പ്രകടമാകുന്നത്? അപ്പോൾ എന്താണത്? ചിതാകാര. അതുകൊണ്ട് എന്ന് പറഞ്ഞു അഗ്രയ ബുദ്ധ്യ. അഗ്ര്യ എന്ന് പറഞ്ഞതിന് ആദ്യത്തേത് പ്രഥമം, ജ്യേഷ്ഠ എന്നൊക്കെയുള്ള അർത്ഥമുണ്ട്. സൂക്ഷ്മം എന്നുള്ള അർത്ഥം മാത്രമല്ല, ഇവിടെ ആ അർത്ഥത്തെ എടുത്തിട്ട് വ്യാഖ്യാനിക്കുകയാണ്. അത് സ്വാനുഭവത്തിന് യോജിക്കുന്ന വ്യാഖ്യാനമാണ്. ചിന്തിക്കുമ്പോഴും അങ്ങനെ തന്നെ മനസ്സിലാകുന്നു. അതുകൊണ്ട് ബുദ്ധിയെ വളരെ സൂക്ഷ്മമാക്കി പണിപ്പെട്ട് ധ്യാനിച്ച് ഈ തത്വത്തെ ഗ്രഹിക്കണം എന്ന് കരുതുന്നതിനോട് പറയുകയാണ് അതിന്റെ ആവശ്യമില്ല. ബുദ്ധി ഇതിനെ ഗ്രഹിച്ചുകൊണ്ടാണ് ഇത് ജനിക്കുന്നത്. എന്നുവെച്ചാൽ അതിന്റെ ജന്മത്തിൽ തന്നെ അതിലൂടെ പ്രകാശിക്കുന്നത് ഈ ചൈതന്യമാണ്. അവിടെ ഈ ചൈതന്യമാണ് അവിടെ പ്രകടമാകുന്നത് എന്നർത്ഥം. അങ്ങനെ ആ ചൈതന്യം പ്രകടമാകുന്നെങ്കിലും എന്തുകൊണ്ടാരും ആത്മജ്ഞാനി ആകുന്നില്ല? കാരണം ആ ചൈതന്യം ആ ഏകരൂപത്തിലല്ല പ്രകടമാകുന്നത്. അതാണ് ദ്വന്ദ്വത്തെക്കുറിച്ച് പറഞ്ഞു. അത് നാനാരൂപത്തിൽ പ്രകടമാകുന്നു. അഹം രൂപത്തിലും ഇതം രൂപത്തിലും പ്രകടമാകുന്നു. അഹം രൂപത്തിൽ പ്രകടമാകുമ്പോൾ തന്നെ ശരീരേന്ദ്രിയ മനോബുദ്ധികളിലൂടെ താതാത്മ്യപ്പെട്ട് പ്രകടമാകുന്നു. പിന്നെ അവിടെ തന്നെ മമത വരുന്നു. പിന്നെ ഇതം വൃത്തി വരുന്നു. ഇങ്ങനെ നാനാരൂപത്തിൽ പ്രകടമാകുമ്പോൾ വാസ്തവത്തിൽ ആ പ്രകാശത്തിന് ഒരു കോട്ടവും തട്ടാതെ പൂർണ്ണരൂപത്തിൽ പ്രകാശിക്കുന്നുണ്ടെങ്കിലും ഈ ദ്വന്ദ്വാത്മകമായ അനുഭവങ്ങൾ, ആ അനുഭവ വിഷയങ്ങൾ അതിന്റെ സ്വരൂപപ്രകാശത്തെ മറയ്ക്കുന്നത് പോലെ അനുഭവപ്പെടുന്നു. പ്രകാശത്തെ ഒരിക്കലും മറയ്ക്കാൻ സാധ്യമല്ല. പക്ഷെ അങ്ങനെ അനുഭവപ്പെടുന്നു. എങ്ങനെയാണ്? ആകാശത്തിൽ മേഘങ്ങൾ വന്നും മറയുമ്പോൾ ബാലൻ വിചാരിക്കും എന്താണ്? സൂര്യൻ മറഞ്ഞുപോയി. അതിന് കാരണമുണ്ട്. എന്താണ്? അപ്പോൾ ഭൂമിയിലിരളാണ്. വാസ്തവത്തിൽ സൂര്യൻ മറയുന്നുണ്ട്. പ്രകാശം ഒരിക്കലും മറയുന്നില്ലല്ലോ. അത് മറയാൻ സാധ്യമല്ല. കാരണം അതിന്റെ സ്വഭാവമാണ് പ്രകാശിക്കുക എന്നുള്ളത്. അപ്പോൾ വിവേകമുള്ള മനസ്സിലാക്കുന്നു എന്താണത്? പ്രകാശിക്കുന്നു. മേഘത്തിനപ്പുറം അത് പ്രകാശിക്കുന്നുണ്ട്. മേഘത്തിന് ഇപ്പുറം ഇരുളാണെങ്കിലും അത് സൂര്യന്റെ പ്രകാശത്തെ അത് ബാധിക്കുന്നില്ല. അതുപോലെ ഇതെങ്ങനെയാണോ ആ സുഷുപ്തിയിൽ സ്വയം പ്രകാശരൂപത്തിലിരുന്നത്, ജാഗ്രത സ്വപ്നത്തിലേക്ക് വരുമ്പോഴും ഇത് സ്വയം പ്രകാശത്തിൽ തന്നെ സ്ഥിതി ചെയ്യുന്നു എന്ന് വിവേകി മനസ്സിലാക്കുന്നു. അങ്ങനെ മനസ്സിലാക്കുന്നവന്, ആ ബോധമുള്ളവന് അറിയാം എന്താണ് ഇവിടെ ഉള്ള ഈ മേഘങ്ങൾക്ക്, ദ്വന്ദ്വങ്ങൾക്ക് ഇതിനെ മറയ്ക്കുന്നതിനുള്ള ശേഷിയില്ല. അത് മറഞ്ഞിട്ടുമില്ല. പ്രകാശത്തെ അതൊരിക്കലും ഇല്ലാതാക്കിയിട്ടില്ല, മറച്ചിട്ടില്ല. പക്ഷെ പ്രകാശം ഇല്ലാതായതുപോലെ അനുഭവപ്പെടുകയാണ്. ഇവിടെ സൂര്യപ്രകാശവും മേഘവും എല്ലാം ജഡഭൗതികമായ വസ്തുക്കളാണ്. അതുകൊണ്ട് പിന്നെ പ്രകാശത്തെ കാണണമെങ്കിൽ മേഘത്തെ മാറ്റണം. ഇവിടെ അതല്ല. സ്വരൂപം ഏകമായ ചൈതന്യമാണ്. അതിന്റെ മറയെന്ന് പറയുന്ന അവസ്തുവാണ്. സൂര്യൻ പ്രകാശിക്കുന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ മേഘം മാറത്തില്ല. അത് ചോദിക്കും. അങ്ങനെ അറിഞ്ഞു കഴിഞ്ഞാൽ മേഘം മാറുമോ? ഇല്ല. മേഘം മാറണമെങ്കിൽ കാറ്റ് ആവശ്യമാണ്. അതുപോലെ ഈ അജ്ഞാനത്തെ മാറ്റണമെങ്കിൽ ഉപാസന ആവശ്യമാണ് എന്ന് ഉപാസന പക്ഷക്കാരൻ പറയും.
ധ്യാനം ആവശ്യമാണ്. മേഘത്തെ മാറ്റണ്ടേ അവിടുന്ന്. പക്ഷെ ഇവിടെ അതിന്റെ ആവശ്യമില്ല എന്ന് പറയും. എന്തുകൊണ്ട്? സൂര്യൻ എങ്ങനെയാണോ ഭൗതികമായ ഒരു വസ്തുവായിരിക്കുന്നത്, അതുപോലെ മേഘവും വസ്തുവാണ്. അപ്പോൾ അതിനെ മാറ്റുന്നതിനവിടെ ഭൗതികമായ സാഹചര്യങ്ങളെല്ലാം വേണം. ക്രിയ, പ്രതിക്രിയ എല്ലാം അവിടെ ആവശ്യമാണ്. അത് പ്രപഞ്ച സ്വഭാവമാണ്. തത്വബോധത്തിന് തടസ്സമായിരിക്കുന്ന അങ്ങനെ ഒരു വസ്തുവല്ല. അത് കേവലമായ ബോധമില്ലായ്മയാണ്. അതുകൊണ്ടാണ് പറയുന്നത് ഇവിടെ ക്രിയയുടെ ആവശ്യമില്ല. ആദ്യം ഇവിടെ സംഭവിച്ചിരിക്കുന്ന ബോധമില്ലായ്മയാണെന്ന് മനസ്സിലാക്കി ഉപാസന ആവശ്യമില്ല എന്ന് പറയുന്നത് കൊണ്ടാണ്. എന്തായാലും ഇത് സ്വാനുഭവത്തിൽ തന്നെ സിദ്ധമാണ്. ഇത് സ്വയം പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. അറിവിനൊരിക്കലും കോട്ടം വന്നിട്ടില്ല. പിന്നെ വന്നിരിക്കുന്ന എന്താണ്? തന്റെ ബോധത്തിനാണ്. ഈ ജാഗ്രത സ്വപ്നങ്ങളെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ബോധത്തിന് ബോധമില്ലായ്മയുണ്ട്, അറിവില്ലായ്മയുണ്ട്. ഇത് സ്വയം പ്രകാശിക്കുന്നതാണ്, സ്വസ്വരൂപമാണ് എന്നുള്ള ആ ബോധമില്ല. ആ ബോധമില്ലായ്മയെ മാറ്റുന്നതിനൂടെ ബോധം മതി. ഒരു ക്രിയയുടെ ആവശ്യമില്ല. പിന്നെ അവിടെ ഉപാസിച്ചെന്ത് ചെയ്യാനാണ്? ഉപാസനയിലൂടെ എന്ത് ചെയ്യാനാണ്? ധ്യാനിച്ചെന്ത് നേടാനാണ്? ഒരു ക്രിയയിലൂടെ ഇവിടെ നേടേണ്ടത് എന്താണ്? ബോധമില്ലായ്മയുടെ സ്ഥാനത്ത് ബോധം ഉണ്ടാകും. അത് ബോധിപ്പിക്കുന്നു ശ്രുതി. ആരെ? ശ്രോതാവിന്. അപ്പോൾ ബോധിപ്പിക്കുമ്പോൾ അവന് ബോധമുണ്ടാകുന്നു, അവൻ്റെ ഉള്ളിൽ ബോധം ഉണ്ടാകുന്നു. സ്വിച്ചിട്ട് ബൾബ് കത്തി, അത്രയേ ഉള്ളൂ, ഇരുള് പോയി. അതുപോലെ ശ്രുതി ബോധിപ്പിച്ചു, അവന് ബോധമുണ്ടായി. പിന്നെ ധ്യാനിക്കാൻ ഇവിടെ സമയം. പിന്നെ എങ്ങനെയാണ് ധ്യാനിക്കുന്നത്? പ്രകാശത്തെ ജ്വലിപ്പിച്ചു, പ്രകാശം വന്നു, ഇരുള് പോയി. പിന്നെ ഇരുളിനെ മാറ്റാൻ എവിടെയാ സമയം? അവിടെ കാലവ്യവധാനമില്ല. ഇരുളിനെ മാറ്റാൻ ശരി എന്തെങ്കിലും ഒരു പ്രയത്നിച്ച് ഇരുളിനെ മാറ്റാനെങ്കിൽ പ്രയത്നം കാലത്തെ അപേക്ഷിക്കുന്നു. വെളിച്ചം വന്ന് ഇരുളിനെ മാറ്റുന്നിടത്ത് ഭൗതികമായിട്ട് പോലും കാലാപേക്ഷയില്ല. എപ്പോഴെങ്കിലും ഇരുളിനെ മാറ്റാൻ വേണ്ടി വെളിച്ചം കാലത്തെ പ്രതീക്ഷിക്കാറില്ല. ഇരുള് സ്വയം മാറുന്നതിന് വേണ്ടി കാലത്തെ പ്രതീക്ഷിക്കാറില്ല. വെളിച്ചം വന്നു, ശരി നോക്കി വെളിച്ചവുമായിട്ടൊന്ന് പരിചയപ്പെട്ട് അല്പം കഴിഞ്ഞ് പോകാമെന്ന് ഇരുൾ ഒരിക്കലും കരുതാറില്ല. കർമ്മം കാലാപേക്ഷയാണ്. കാലാപേക്ഷയുള്ള കാര്യങ്ങളിലാണ് കർമ്മം. ഇവിടെ അങ്ങനെ ഒന്നില്ല. അറിവില്ലായ്മയാണ് ഇവിടുത്തെ തകരാറ്. ആ തകരാറിൽ മാറ്റമാണ്. മറ്റുള്ള തകരാറുകളൊന്നും ഇതുകൊണ്ട് മാറത്തില്ല. മറ്റെന്തെങ്കിലും തകരാറുകളുണ്ടെങ്കിൽ ആ തകരാറുകളൊന്നും ഇതുകൊണ്ട് മാറത്തില്ല. ഈ ബോധമില്ലായ്മ ബോധം കൊണ്ട്